ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ദ്വീപ്. ഇറ്റലിയിലെ വെനീസ് നഗരത്തിന് തൊട്ടടുത്തുള്ള പോവെഗ്ലിയ ഐലൻഡ്. ഇവിടുത്തെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദ്വീപിലെ മണ്ണിന്റെ പകുതിയോളം വരുന്നത് മനുഷ്യരുടെ ചാരമാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷേ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പ്ലേഗ് രോഗം പിടിച്ചപ്പോൾ രോഗം ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഇറ്റാലിയൻ സർക്കാർ ഈ ദ്വീപിലേക്ക് നിർബന്ധപൂർവ്വം നാടുകടത്തി. മരിക്കാൻ പോകുന്നവരെയും മരിച്ചവരെയും ഒരുപോലെ ഇവിടെ എത്തിച്ചു. 1.5 ലക്ഷത്തോളം മനുഷ്യരെയാണ് ഇവിടെ കൂട്ടത്തോടെ ചുട്ടെരിച്ചതും കുഴിച്ചുമൂടിയതും. 1922-ൽ ഇവിടെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ആരംഭിച്ചു. എന്നാൽ അവിടെ എത്തിയ രോഗികൾ രാത്രികാലങ്ങളിൽ പ്ലേഗ് ബാധിച്ച് മരിച്ചവരുടെ നിലവിളികൾ കേൾക്കുന്നതായി പരാതിപ്പെട്ടു. അവിടുത്തെ ഡോക്ടർ രോഗികളിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നതായും കഥകളുണ്ട്. അയാൾ അനസ്തേഷ്യ നൽകാതെ രോഗികളുടെ തലയോട്ടി തുരന്ന് ലൊബോട്ടമി പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. ഒടുവിൽ ആ ഡോക്ടർ തന്നെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷേ അയാൾ വീണ ഉടനെ മരിച്ചില്ലെന്നും തറയിൽ കിടന്ന അയാളെ ഒരു നിഗൂഢമായ മൂടൽമഞ്ഞ് ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ആശുപത്രി അടച്ചുപൂട്ടി. ഈ ദ്വീപിലെ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണെന്ന് പറയപ്പെടുന്നു. അവിടുത്തെ മണ്ണിൽ പകുതിയോളം മനുഷ്യന്റെ ചാരമായതുകൊണ്ടാണിത്. ദ്വീപിന് ചുറ്റുമുള്ള കടലിൽ മീൻ പിടിക്കാൻ പോലും മത്സ്യത്തൊഴിലാളികൾ പേടിക്കാറുണ്ട്. കാരണം പലപ്പോഴും വലയിൽ കുടുങ്ങുന്നത് മനുഷ്യന്റെ അസ്ഥികളാണത്രേ. ഈ ദ്വീപ് വിൽക്കാൻ ഇറ്റാലിയൻ സർക്കാർ ശ്രമിച്ചിരുന്നു. ഒരു ധനികൻ അത് വാങ്ങാൻ മുന്നോട്ട് വന്നെങ്കിലും അവിടെ ഒരു രാത്രി താമസിച്ച ശേഷം അയാൾ ഓട്ടി രക്ഷപ്പെട്ടു. അയാളുടെ മകളുടെ മുഖത്ത് അദൃശ്യമായ എന്തോ ഒന്നുകൊണ്ട് വലിയൊരു മുറിവുണ്ടായതായും പറയപ്പെടുന്നു. അതിനുശേഷം സർക്കാർ ഇവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല. പല വിദേശ ചാനലുകളും അവിടെ പോയിട്ടുണ്ട്. അവർ അവിടെ റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളിൽ ഒരിക്കലും തിരികെ വരരുത്, ഇവിടെ നിന്ന് പോകൂ എന്നൊക്കെയുള്ള വ്യക്തമായ നിലവിളികൾ കേൾക്കാമെന്ന് അവർ അവകാശപ്പെടുന്നു. വെറും കഥകളല്ല ഇത്. 2014-ൽ ഒരു ഇറ്റാലിയൻ ബിസിനസ്സുകാരൻ ഈ ദ്വീപ് 99 വർഷത്തേക്ക് ലീസിനെടുക്കാൻ നോക്കി. പക്ഷേ ആ ദ്വീപിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ അയാൾക്ക് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. എന്തായിരിക്കും അയാൾ അവിടെ കണ്ടിട്ടുണ്ടാവുക? ഇന്ന് ഈ ദ്വീപിലേക്ക് ആർക്കും പ്രവേശനമില്ല. സർക്കാർ ഇവിടം പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്ന ഈ മണ്ണിലേക്ക് രാത്രികാലങ്ങളിൽ പോയ ആരും തന്നെ പിന്നീട് തിരികെ വന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നും ആ അലർച്ചകൾ അവിടെ കേൾക്കാമത്രേ. ഇന്നും പോവെഗ്ലിയ ഐലൻഡ് ഒരു നിഗൂഢതയായി തുടരുന്നു. ഇറ്റാലിയൻ സർക്കാർ ഈ ദ്വീപ് വിൽക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ വന്നവരൊക്കെ അവിടുത്തെ ഭീകരമായ അനുഭവങ്ങൾ കണ്ട് ജീവനും കൊണ്ടോടുകയായിരുന്നു. ഒരു രാത്രി പോലും അവിടെ ആർക്കും സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നു ഇത് വെറും കെട്ടുകഥകളാണെന്ന്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് 1.5 ലക്ഷം ആത്മാക്കളുടെ നിലവിളികൾ ഇന്നും ആ മണ്ണിലുണ്ടെന്നാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ മരണദ്വീപിൽ ഒറ്റയ്ക്കൊരു രാത്രി ചിലവഴിക്കാൻ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.